ജയനിച്ച, ദയാനിച്ച, റാഫേലച്ച, ടോണിച്ച, അരുണിച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള ബ്രദേഴ്സ്, ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ കാലിയച്ചൻ്റെയും ഡയറക്ടറേറ്റിൻ്റെയും ജന്മദിനം നമ്മൾ സംയുക്തമായിട്ട് ഇന്നിവിടെ ആഘോഷിക്കുന്നു. ഒരാഴ്ച നീളുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ജയനത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച് നമ്മൾ തുടങ്ങി. അടുത്ത ഞായറാഴ്ച കൃഷ്ണത്തിൻ്റെ ബർത്ത്ഡേ കുർബാന ചെയ്ത് ഞങ്ങൾ ആഘോഷിച്ചിട്ടാണ് ഈ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുക. അതിനിടയിലെ ഒരു പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം 49-ാമത്തെ വചനത്തിലെ നമ്മൾ വായിക്കുന്നു. കർത്താവ് എനിക്ക് വലിയ കാര്യങ്ങൾ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ജയനത്തിൻ്റെ മനസ്സിലും അതുപോലെ തന്നെ കൃഷ്ണത്തിൻ്റെ മനസ്സിലും കുടികൊള്ളുന്ന വചനമാണ് ഞാൻ ഈ പറഞ്ഞ വചനം എനിക്ക് തോന്നുന്നു. കാരണം ജയനത്തിനോട് പറയാനുള്ളത്, ഞാൻ ജയനത്തിൻ്റെ ഒപ്പം ജയിച്ചിട്ടില്ല, കേട്ടിട്ടുള്ളൂ ജയനത്തിനെ കുറിച്ചിട്ട്. ജയനച്ചൻ ഒരു നല്ല വചന പ്രഘോഷകനാണ്. അങ്ങനെ ഞാൻ പലതും കേട്ടിട്ടുണ്ട്. അച്ഛൻ നന്നായിട്ട് വചനം പറയുന്ന അച്ഛനാണ്. ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞപ്പോൾ, ഞാൻ എനിക്ക് ഓർക്കുന്നില്ല, പക്ഷെ അച്ഛൻ നന്നായിട്ട് വചനം പറഞ്ഞു. നല്ല ധ്യാനമായിരുന്നു. നമ്മളെ വചനം അച്ഛൻ്റെ വചന ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിനേക്കുള്ളുപരി അച്ഛൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛന് നല്ലൊരു ഫ്രാൻസിസ്കൻ സഹോദരനാണ്. ജയനച്ചനും ഗേഷ്നച്ചനും രണ്ടുപേരും മത്സരത്തിലാണ്. എങ്ങനെയാണ് ഫ്രാൻസിസിനെ കൂടുതൽ അടുത്തറിയുന്നത്? ആ ലാളിത്യത്തില്, ആ ദാരിദ്ര്യത്തില്, അതുപോലെ തന്നെ എങ്ങനെ ഈശോനെ ക്രിസ്തുവിനെ എങ്ങനെ അനുഗമിക്കാനുള്ള ഒരു പരിശ്രമമാണ് രണ്ടുപേരും നടത്തുന്നത്. ജയനച്ചനിപ്പോൾ ഈ ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ഗാർഡിയനാണ്. ഒപ്പം തന്നെ ജയനച്ചനും കൂടിയാണ്. ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അവസരത്തിൽ അച്ഛന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും, അച്ഛൻ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. അതൊക്കെ അച്ഛൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വികാരിയായിരിക്കുമ്പോഴും ആശ്രമത്തിൻ്റെ ഗാർഡിയനായിരിക്കുമ്പോഴൊക്കെ നടപ്പിലാക്കാൻ ഈശോ അതിനെ വേണ്ടിയിട്ടായിരുന്നു സ്നേഹപൂർവ്വം പ്രാർത്ഥനയും ആശംസയും. അതുപോലെ തന്നെ ഗ്രേഷ്ണത്തിനൊപ്പം ഞാൻ താമസിച്ചിട്ടില്ല. എന്നാലും കുറേ കാര്യങ്ങൾ ഗ്രേഷ്ണത്തിനോട് കേട്ടിട്ടുണ്ട്. അച്ഛനൊരു ഗ്രേറ്റ് മിഷണറിയാണ്. അതിനർത്ഥം ഒരു മിഷണറി എന്ന് പറയുമ്പോൾ ഫ്രാൻസിസിന് ഏറ്റവും വലിയൊരു ആഗ്രഹം ആ സഹോദരന്മാരെ ഈശോയെ കുറിച്ച് പറയാനായിട്ട് മറ്റുള്ളവരിലേക്ക് അയക്കുന്ന സ്ഥലത്തേക്ക്. ഫ്രാൻസിസ് മുന്നേളാണ് ആദ്യമായിട്ട് ഇറ്റലിക്ക് പുറത്ത് മിഷണറിമാരെ അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചൈതന്യത്തോടു കൂടി അച്ഛൻ മലാവിലെ കുറേ നാൾ ജോലി ചെയ്യുന്നു. എത്ര കൊല്ലം അച്ഛൻ? 12 വർഷത്തോളം അച്ഛൻ മലാവി മിഷണറി ആയിരിക്കും. നമുക്കറിയാം കുറേ അനുഭവങ്ങൾ വ്യക്തിയായിരിക്കും. കുറേ അനുഭവങ്ങളിലൂടെ തീർച്ചയായും അനുഭവങ്ങളൊക്കെ അച്ഛൻ ജീവിതത്തിൽ അതൊരു ലാളിത്യമായിട്ട് പുറപ്പെടുന്നു. ഒരു മെച്യൂരിറ്റി ആയിട്ട് അച്ഛൻ ജീവിതത്തിൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ പ്രോവിൻസിൻ്റെ കൗൺസിലറും അപ്പം തന്നെ ഇദ്ദേഹം സെമിനാരിയുടെ ഡയറക്ടറാണ്. വലിയൊരു ഉത്തരവാദിത്വമാണ് അച്ഛനെ പ്രോവിൻസ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ഉത്തരവാദിത്വം അതുപോലെ തന്നെ നല്ലൊരു അച്ഛനും ജീവനമുള്ള ഏറ്റവും നല്ല പാരൻസിൽ ഒരാളാണ്. ആ ഒരു ഉത്തരവാദിത്വം അച്ഛനെ നന്നായി ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ ആകട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ബർത്ത്ഡേ ദിനത്തിൽ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ബർത്ത്ഡേയുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും സന്തോഷവും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ